ഹായ് ഗീസ്, അപ്പോൾ എല്ലാവർക്കും ഫൺ വിത്ത് മീഡിയ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗീസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ബ്ലാക്ക് കാറ്റ് എന്ന് പറയുന്നൊരു പാർട്ടായിട്ടാണ് ഗീസ്. എന്തോന്ന് ക്യൂരിയോസിറ്റി എന്നാണ് ഗീസ്. നമുക്ക് എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തു. ഓക്കെ ഗീസ്, നമ്മളിപ്പം ഏതോ ഒരു സ്ഥലത്തുനിന്ന് വലിച്ച് ഒരു റൂമിലോട്ട് ഇട്ടൊക്കെയാണ് ഗീസ്. ഒരു പൂച്ച അതുകൊണ്ട് നമ്മളെ യെല്ലോ ബേബി ഇതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ഗീസ്. ഓക്കെ, നമുക്കിനി നേരെയൊക്കെ പോയി നോക്കാം. ഇത് എവിടെയോ അവിടെ ഒരു കണ്ണില്ലേ ഗീസ്, ആ കുഴിയിൽ. ഈ പൂച്ച കുറച്ച് ഡേഞ്ചറാണ് ഗീസ്. ഈ പാർട്ടിൻ്റെ പേര് എന്താണ്? 1 2 3 4 5 6 1. അപ്പോൾ ഇവിടത്തേക്ക് 2 വേണം. ഓക്കെ ഗീസ്, അവിടെ എഴുതിയിരിക്കുന്നുണ്ട് ഗീസ് 1 2 ഇതൊന്നൊക്കെ എഴുതി വെച്ചിരുന്നുണ്ട്. അപ്പം 1 2 3 4 5 6 1. അപ്പോൾ ഇവിടെ 2 വയ്ക്കണ്ടേ ഗീസ്? അങ്ങനെയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നിങ്ങളെന്താ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തു. ഇവിടെയൊക്കെ ചിലപ്പോൾ കാണും ഗീസ്. 3 കിട്ടിയിട്ടുണ്ട് ഗീസ്. അല്ലാണ്ട് ഇവിടെ 2 കിട്ടി. ചിലപ്പോൾ ഇതായിരിക്കും ഗീസ്. ഓക്കെ, 2 അവിടെ നമുക്ക് വെച്ചേക്കാം. ഞാൻ അടുത്ത് നമുക്ക് വേണ്ടത് 3 ഗീസ്. 3 അതുകൊണ്ട് ഇവിടത്തേക്ക് 3 വേണം. നമുക്കിനി 3 നമ്മൾ നേരത്തെ കണ്ടേല്ലേ ഗീസ്. ഓക്കെ, ഇതാണ് 3. നമുക്ക് ഇത് കൊടുത്തോളം നേരെ ഷെൽഫിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത് വേണ്ടത് 5 ഗീസ്. 5 തറയിൽ കിടപ്പും. അത് തന്നെ 5 തന്നെ. ഓക്കെ, 5 കിട്ടുന്നുണ്ട് കറക്റ്റ് തന്നെ. അപ്പോൾ ഗീസ്, ഇവിടെ ഒരു ഡോറ് തുറന്ന് വന്നിട്ടുണ്ട്. ഞാൻ മണ്ട എന്താന്ന് എഴുതിക്കണം. ഇത് തുറക്കും. ഇവിടെ ഒരു കേസുണ്ട് ഗീസ്. കരിക്കട്ട ഇവിടെ തീയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എന്തോ വഴിയുണ്ട് ഗീസ്. അത് തുറക്കണമെങ്കിൽ അവിടെ എന്തോ വെച്ചിരിക്കണം. വെളിയുടെ ഷൂട്ട്. ഇവിടെ ഒരു ഡോറുണ്ട് ഗീസ്, അത് ലോക്കാണ്. നമുക്ക് ഗീസ്, നമ്മൾ നേരത്തെ ഇതെടുത്ത് ആ തീ ഇട്ടപ്പോഴത്തേക്കും ശബ്ദം കേൾക്കില്ലേ ഗീസ്? ഓ, ഞാൻ വാക്ക് തുറക്കണം. നമുക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ഗീസ്. നമ്മൾ നൈസായിട്ട് കണ്ടുപിടിച്ച് ഇങ്ങനെയാണ് സംഭവം. ഓക്കെ ഗീസ്, നമുക്ക് നേരെ ഇവിടെ എന്തോ ഡയമണ്ട് ഇതൊക്കെ ഉണ്ട് ഗീസ്. ഈ വഴി തുറക്കാൻ പറ്റൂല, നമുക്ക് വേറെ വഴി പോകാം ഗീസ്. അയ്യോ പൂച്ച, പൂടാ പൂച്ച ഇറങ്ങി. കേസ്, ഈ വഴിയും നമുക്ക് തുറക്കാൻ പറ്റില്ല ഗീസ്. ഇനി ഏതൊക്കെ വഴിയുണ്ടടി? ഇവിടെ ഒരു വഴിയുണ്ട് ഗീസ്. ഇത് തുറന്നാണ് ഗീസ് കിടക്കുന്നത്. എന്തോ ഭൂമിക്കുലുക്കം. ഓക്കെ, ചെറിയൊരു ഭൂമിക്കുലുക്കം വന്നിട്ടല്ലേ നിന്ന്. ഓക്കെ, ഇതാര് പിടിച്ചടയ്ക്കണം? തുറന്നിരി. അണ്ട് ഇവിടെ ഒരു പൂച്ചുണ്ട് ഗീസ്. എന്തോന്ന്? ഓക്കെ, റിക്വയർ ബാറ്ററി. ഇനി ബാറ്ററി വേണമെന്നാണ് പറയണത് ഗീസ്. നമുക്ക് ബാറ്ററി ഈ റൂമിലല്ലോ ബാറ്ററി ഉണ്ടോ? ബാറ്ററി ആയെങ്കിൽ റൂമിലല്ലോ കാണും ഗീസ്. നമുക്ക് കണ്ടുപിടിക്കാം. ഈ റൂമിലില്ല. ഇതെല്ലാം ലോക്കഡാണ് ഗീസ്. ഇവിടെ ഒരു റൂമുണ്ട് ഗീസ്. ഓക്കെ, ഇത് തുറന്നിട്ട് ഇവിടെ എന്തോന്നൊക്കെ ഉണ്ട്. ഇതൊന്നും ബാറ്ററി കിട്ടി ഗീസ്. ഓക്കെ, നമുക്ക് ഈ ബാറ്ററിയും കൊണ്ട് നേരെ ഇത് മറ്റേ വഴിയല്ലേ? അതെ, നമുക്ക് കൊണ്ട് ബാറ്ററി ഉണ്ട്. ആ റോബോട്ടിൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് വരാം ഗീസ്. ഓക്കെ, ബാറ്ററി ഇടുന്നുണ്ട്. പിക്ക് റോബോട്ട്. ഈ റോബോട്ട് നമുക്ക് എടുക്കണം.
ഓക്കെ, ഇനി ഇവരെന്തോന്ന് പറയണ? ടേക്ക് റോബോട്ട് അപ്സ്റ്റെയർ ഫോർ റിപ്പയർ. പിന്നെ റിപ്പയർ ചെയ്യാനായിട്ട് മുകളിലോട്ട് കൊണ്ടുപോകണം ഗൈസ്. പിന്നീട് ഇവിടെ ഒരു ഗേറ്റ് തുറന്നല്ല, നമുക്ക് അതുവഴി എന്തായാലും മണ്ടയിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, നമുക്ക് മണ്ടയിലോട്ട് ഇവനെ കൊണ്ടുപോകാനാണ് പറഞ്ഞത് ഗൈസ്. പിന്നെ മണ്ടയിലോട്ട് കൊണ്ടുവന്ന് ഓക്കെ, ഇനി റിപ്പയർ റോബോട്ട് പ്ലഗ് ഇറ്റ് ഇൻ. ഓ ഇവിടെ പ്ലഗ് ചെയ്യണം. ഓ ന്യൂട്ടൺ ആണോ അതിൻ്റെ പേര്? ഓക്കെ, ഇതിനെന്തോന്നാണ്? ലോഡിങ്. ഇതെങ്ങനെ? ഇതിൻ്റെ അകത്ത് വേറൊരു ഗെയിമാ? എന്താ? ഓ മനസ്സിലായി. ഇതിൽ കറക്റ്റ് കൊള്ളിപ്പിക്കണം. ഫസ്റ്റ് 3 ബാറ്ററി ഉണ്ട്, ആ 3 ബാറ്ററിയും ചാർജ് ആവണം. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഓക്കെ, ഓ ജസ്റ്റ് ലാസ്റ്റത്തിൽ പോയി. ഫസ്റ്റ് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് ഗേസ്. സെക്കൻഡ് ബാറ്ററിയും കൂടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ളൂ. 3 പ്രാവശ്യം വരും ഗേസ്. 3 പ്രാവശ്യം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ ചാർജ് ആവുള്ളൂ. ഓക്കെ, സെക്കൻഡ് ബാറ്ററി ചാർജ് ചെയ്യണം. തേർഡ് ബാറ്ററി ചാർജ് ആകണം. ഓ സെറ്റിങ് അടുത്ത്. ആക്രാന്തം കാണിച്ചാൽ ശരിയാവില്ല. ആക്രാന്തം കാണിക്കാതെ മര്യാദയ്ക്കൊന്നും ചെയ്തു. ഓ ചാർജായി. 3 ബാറ്ററിയും ചാർജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തോന്ന്? ന്യൂട്ടൺ എന്നാണ് ഈ റോബോട്ടിൻ്റെ പേര്. ഒരു പെയിൻറ് വേണമെന്നാണ് പറയുന്നത് ഗൈസ്. പെയിൻറ് നമ്മൾ നേരത്തെ താഴെ കണ്ടല്ല, ബാറ്ററി എടുക്കാൻ പോയപ്പോൾ. ഞാൻ നേരത്തെ കണ്ട് അതെന്തോന്നു? യെല്ലോ ബേബിയും എത്തിയ. നമ്മൾ നേരത്തെ ഫോട്ടോയിൽ യെല്ലോ ബേബിയെ കണ്ടില്ലേ ഗൈസ്? നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ചെറുക്കണേ കുറച്ച് ഡേഞ്ചറാണ് ഗീസ്. അവൻ ഇങ്ങോട്ട് അടുത്തോട്ട് വന്നില്ലേ? അവൻ അങ്ങ് ദൂരോട്ടല്ലേ ഇരുന്ന ഗീസ്. ഇപ്പം എങ്ങനെ അവൻ ഇങ്ങോട്ട് വന്നു? എന്തായാലും നമുക്ക് ഇവനീ പറഞ്ഞ പോലെ ഇതങ്ങ് കൊടുത്തേക്കാം. ഓക്കെ, ഇനി എന്തോന്നാണ്? ഇത് നമ്മൾ ഒരിടത്തും കണ്ടില്ല. ഇതിൻ്റെ അടിയിലത്തേക്ക് എന്തോന്നു? പിന്നെ ഇവിടെ ഒരു ഡോർ ഞാൻ കണ്ടിരുന്നു. ഇവിടെ മ്യൂട്ടിന് വെക്കുന്ന ഒരു സാധനമുണ്ട്. തുറന്നു. ഓക്കെ, ഈ ന്യൂട്ടിൻ്റെ ബാക്കിലുള്ള സംഭവം ഓരോ സ്ഥലത്തും ഇങ്ങനെ വെക്കാൻ പറ്റും. ഇവിടെ എന്തോന്നു? ന്യൂട്ട് ഇവിടെ എന്തേലാക്കി കൊടുത്തിട്ടുണ്ട് ഗീസ്. നമുക്ക് എന്തായാലും ന്യൂട്ടിന് എടുത്തോണ്ട് ഇങ്ങോട്ട് വരാം ഗീസ്. ഡോറടഞ്ഞ ഇവന് ഇവിടുന്ന് എടുത്ത ഡോറടയോ ഗീസ്? നമുക്ക് ഈ ഡോറിന് മണ്ട എന്തിനൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഗീസ്. അടുത്ത റൂമിൽ കുറേ റേഡിയോ ഇതൊക്കെ ഇരിപ്പുണ്ട്. അയ്യോ മതി. അടുത്ത് പല പല റൂമുകളുണ്ട് ഗീസ്. ഇവിടെ ഒരു റൂമുണ്ട്, അത് ലോക്കാണ്. പിന്നെ ഇവിടെ 5-ാം നമ്പർ വേറുണ്ട് ഗീസ്. ഇതിൻ്റെ അകത്ത് അതെന്തോന്ന് കൊടുത്തേക്കണ? സംഭവം ഇത് മറ്റേ കഥവിൻ്റെ അടി വയ്ക്കണില്ലേ ഗീസ്? മനസ്സിലായി. ഇതിനെ കൊണ്ട് നമ്മൾ കഥവിൻ്റെ അടി വയ്ക്കണം. എന്നിട്ട് നേരെ പോയി ന്യൂട്ടിനെ എടുത്തോണ്ട് അകത്ത് പോകണം. അങ്ങനെയില്ലേ? തന്നെ ഓക്കെ ഗീസ്, ഇങ്ങനെ ന്യൂട്ടിനെ ഇവിടെ വെക്കണം. എന്നിട്ട് ഇത് കാണിക്കണം. ഇവിടെ എന്തോ വെക്കണം ഗീസ്. ഇപ്പോൾ ഗീസ് അതിൻ്റെ ഫോട്ടോയിൽ എന്താ കൊടുത്തേക്കില്ലേ?
ഒരു റോബോട്ട്. ഇവിടെ എന്തോന്നൊരു വഴി, എൻ്റെ അടിയിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഡോർ നമ്പർ 6 ആണ് ഗീസ്. ഇതിൻ്റെ അകത്ത് എന്തോന്ന് ഗീസ്? ഇതാണ് ഗൈസ് മ്യൂട്ടിന്റെ അടി വെക്കുന്ന സാധനം. ഇതാണ് ഗീസ് മ്യൂട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ. ഇതിന് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യണമായിരിക്കും. എന്നിട്ട് ഇതെന്നെ ഗീസ് ആ ഫോട്ടോയിൽ കൊടുത്തു. ഇനി മ്യൂട്ടിന് പറക്കാൻ പറ്റുമോ? ഓക്കെ ഗീസ്, മ്യൂട്ടിന് പറക്കാൻ പറ്റും. ന്യൂട്ട് ചാടിപ്പോയി ഗീസ്. നമ്മളെ രക്ഷിച്ചതെന്ന് അവന് പോരേടി. ഭൂമികുലുക്കം ഗീസ്. ഇങ്ങനെ ഭൂമികുലുക്കം വരുമ്പോഴാണ് ബേബി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പറഞ്ഞതാണ് തോന്നണം. ഹലോ, എന്തിനാണ്? സ്പാനറാ? സ്പാനർ എന്തോന്നു? ഇതൊന്നും അല്ലേ സ്പാനർ. ഇപ്പം ഇവിടെ കാണും ഗീസ്. അവന് വേണമെന്ന് പറഞ്ഞ്. അയ്യോ, സ്പാനർ സ്ക്രൂ ഡ്രൈവറാണ്. ചിറ്റയിലൊക്കെ ഇരിപ്പുണ്ട്. സ്പാനർ എന്നിട്ട് ഇവിടെ സ്പാനർ ഇതാണോ? സ്പാനർ ഇടിയുണ്ട്. എന്താ റെഡി? സ്പാനർ കൊണ്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ഗീസ്. ചെറുപ്പമെങ്കില പാട്ടൊക്കെ ആണല്ലേ. ഓക്കെ ഗീസ്. ഇതൊന്ന് എന്തരാ ഒരു വെള്ളോ? എന്തരന്നെ ഇത്? നമ്മളിപ്പോൾ നേരത്തെ വന്നപ്പോൾ കണ്ടതാണല്ലേ. നമ്മളെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കണം ഗീസ്. എടാ കുടിക്കാനല്ലേ ഡേ? ഇങ്ങനെ ഇരിക്കണം. എൻ്റെ വയറ് കഴിത്ത് സമാധാനം. ചിറ്റിയിലാണ് ഗീസ്. ചിറ്റിയിൽ നമ്മളിവിടെ കണ്ടതാണല്ല. സ്ക്രൂ ഡ്രൈവറിൻ്റെ അടുത്തല്ലേ ഗീസ് സിറ്റിയിലിരുന്നു. കൊണ്ടുപോയി ബേബി ഇവിടെ വന്ന പണി പാടുന്നാണ് തോന്നുന്നത്. ഫ്രണ്ടിലോട്ട് പിന്നെ ബേബിയെ കണ്ടറിയാം. നല്ല ദേഷ്യത്തിലാണ്. അവന്റെ കണ്ണ് കണ്ടറിയാം ഗൈസ്. ഉണ്ടകണ്ണനാണല്ലോ, അറിയാമല്ലോ. ഇവിടെ എന്തൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കും. ലിഫ്റ്റ്. നമ്മളെ ന്യൂട്ട് ഇവിടെ ലിഫ്റ്റിന്റെ പണിയായിരുന്നു ചെയ്തോണ്ടിരുന്നു. അവിടെ ബേബി, യെല്ലോ ബേബി ഒന്നും എന്തോ പൊന്നോ. നമ്മളവിടെ നിന്ന് ലിഫ്റ്റിൽ നിന്ന് എന്തെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കിനി അടുത്തത് ലബോറട്ടറി ന്യൂട്ട് എന്ന് പറയുന്ന അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇപ്പം എല്ലാവർക്കും ബൈ ഗൈസ്.